ജബൽ അഖ്ദർ. അപ്പോൾ ഈ അബുദാബിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഒമാനിലേക്ക് ജബൽ അഖ്ദറിലേക്ക് വരുന്നവർക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 4x4 വണ്ടിയായിരിക്കണം. 4x4 കാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജബൽ അഖ്ദർ മൗണ്ടൻ്റെ താഴത്ത് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ പോലീസ് മുകളിലേക്ക് കയറ്റി വിടില്ല. ഇനി വേണമെങ്കിൽ അവിടെ നിന്ന് 4x4 ടാക്സി അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ പോയത് ഇവിടെ ഹുസൈൻ, അതായത് ജബൽ അഖ്ദറിൽ തന്നെയുള്ള ഒരു ലോക്കലാണ്, ഒമാനി. ആളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഞാനിവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാണ്ട് കമൻറ്റ് ബോക്സിലിടാം. ആളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ നമ്മളെ ഫാമിലേക്ക് കൊണ്ടുപോയി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലൊരു മനുഷ്യനാണ്. അയാൾ വേണ്ട ഒരു ചാർജ് ഈടാക്കും പെർ ഹെഡ്. അതൊക്കെ അയാളോട് നിങ്ങൾക്ക് സംസാരിക്കാം. പിന്നെ ആൾ വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മെയിൻലി ഇതിൻ്റെ ടൈം വെരി ലിമിറ്റഡ് ആണ്. ഈ ഏപ്രിൽ എൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ റോസ് തീരും, മനസ്സിലായോ? ആ സമയം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ റോസ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് റോസ് കഴിഞ്ഞാലും മറ്റു പല ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അവിടെ തന്നെ. ഒലീവ്സ്, നല്ല ഫ്രഷ് ഒലീവ്സ് കാണണമെങ്കിൽ അതുണ്ട്. പിന്നെ അത് കൂടാതെ ഇനി അവിടുത്തെ മെയിൻ എക്സാക്ട് ലൊക്കേഷൻ ഐ വിൽ പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. യു ക്യാൻ കോപ്പി ദ GPS കോർഡിനേറ്റ്സ്. കാരണം ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഈ ഫാമിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ GPS കോർഡിനേറ്റ്സ് ഫോളോ ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ഓർഗാനിക് ഇത് കഴിക്കാനും പറ്റും. ഓക്കെ.